മമ്മൂട്ടി കമ്പനി ഈ സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ അല്ല എടുത്തിട്ടുള്ളത്. നമ്മൾ കാതലെടുത്താലും നൻപകൽ നേരത്ത് മയക്കം എടുത്താലും ടർബോ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമയും കുറച്ച് ഓഫ് ബീറ്റ് സിനിമകളാണ്. നെഗറ്റീവ് പറയാൻ മാത്രം ഒന്നുമില്ല, ഓവർ പോസിറ്റീവ് പറയാൻ മാത്രം ഒന്നുമില്ല. മൂവി നല്ലതാണ്, കാണാൻ. നല്ല ഫിലിം, ഒരു പതിഞ്ഞ ഫിലിമായിട്ട് തോന്നി. മമ്മൂട്ടി നന്നായിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ മോനും സുരേഷ് ഗോപിയെ പോലെ തന്നെ തോന്നി. ഒരു സ്റ്റോറിയുള്ളൊരു ഫിലിമായിട്ട്. എടുത്തു പറയാൻ കുറച്ചിങ്ങനെ നമ്മൾ ആലോചിച്ചാലേ നമുക്ക് അതിൻ്റെ ഇത് സസ്പെൻസ് മനസ്സിലാവുള്ളൂ. എന്നാലും ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. മമ്മൂട്ടിയുടെ നല്ല മാസ്മരിക അഭിനയം ഇതിനകത്തും കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ നല്ല ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ സംവിധായകനെ സംബന്ധിച്ച് ഗൗതം മേനോൻ സംവിധാനമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടച്ചുണ്ട്. അദ്ദേഹത്തിന് ചെറിയ റോളേ ഉള്ളൂ, പക്ഷെ അദ്ദേഹത്തിന് നല്ലൊരു ടച്ചുണ്ട്. സെക്കൻഡ് ഹാഫിന് തുടക്കത്തിലൊരു ചെറിയൊരു ലാഗുണ്ട്, എങ്കിലും കുഴപ്പമില്ല. സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ടല്ലോ. ഗോകുല് വളരെ നല്ല മികച്ചൊരു അഭിനയമാണ്. ഗോകുലിൻ്റെ കരിയറിൽ തന്നെ നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. അത് കോംബോയും വളരെ മികച്ചതാണ്. നല്ല പടം തന്നെയാണ്, കാണാൻ കൊള്ളാം. സസ്പെൻസ് പോലെയാണ് വരുന്നത്. ആദ്യമായിട്ടല്ലേ മലയാളത്തിൽ വരുന്നത്? അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു കൊള്ളായിരുന്നു, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, എടുത്തു പറയായിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് കാണാം. ഫൈറ്റ് സീൻസ് ഒന്നും എനിക്ക് വലിയ ഗുമ്മായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്റർവെല് വരെ എനിക്ക് വലിയ സുഖമായിട്ട് തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലാന്ന് തോന്നി. ഇപ്പോഴത്തെ പോലെ തന്നെ വലിയ കുഴപ്പമൊന്നും. ഡൊമിനിക്ക് അത്യാവശ്യം നല്ല സിനിമയാണ്. പക്ഷേ എനിക്കതിൻ്റെ എൻഡിൽ ചെറിയൊരു ട്രാൻസ്ഫോബിക് ഐറ്റം ഉള്ള പോലെ തോന്നിയായിരുന്നു. അതൊഴിച്ച് നിർത്തിയാൽ ഡൊമിനിക്ക് നല്ല എൻഗേജിങ് ആണ്, നല്ല ത്രില്ലിംഗ് ആണ്. മമ്മൂട്ടിയുടെ അതിഗംഭീരമായ പെർഫോമൻസ് തന്നെ പറയാം. പക്ഷേ ആ ട്രാൻസ്ഫോബിക് ബിറ്റ് ഒഴിച്ച് നിർത്തിയാൽ അത് അവർക്ക് ശ്രദ്ധിക്കാമായിരുന്നു. എടുത്തു പറയാൻ മമ്മൂട്ടിയുടെ പെർഫോമൻസ്, ആ ക്ലൈമാക്സിലേക്ക് എൻഗേജിങ് ആയിട്ട് വരുന്നതും, മൊത്തത്തിൽ ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി. നമ്മൾ സാധാരണ കാണുന്ന ഒരു ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി അല്ല. നമ്മൾ ആ ഒരു പതിഞ്ഞ താളത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എന്നാലും വളരെ ഒരു നല്ല സിനിമയായിട്ട് തന്നെയാണ് ആ ക്ലൈമാക്സ് വരെ തോന്നിയത്. ക്ലൈമാക്സിൽ മാത്രം ഒന്ന് പാളിയതായിട്ടാണ് എൻ്റെ അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം. കുറേ നെഗറ്റീവ് വരാൻ അതാണ് ഞാൻ പറഞ്ഞത്. പതിഞ്ഞ താളത്തിലുള്ള സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. മമ്മൂട്ടി കമ്പനി ഈ സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ അല്ല എടുത്തിട്ടുള്ളത്. നമ്മൾ കാതലെടുത്താലും നൻപകൽ നേരത്ത് മയക്കം എടുത്താലും ടർബോ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമയും കുറച്ച് ഓഫ് ബീറ്റ് സിനിമകളാണ്. മമ്മൂട്ടി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ആ ഒരു ഓഫ് ബീറ്റ് സിനിമ. അപ്പോൾ നല്ല സിനിമയാണ്, ഹിറ്റാവേണ്ട സിനിമയാണ്. പക്ഷേ മമ്മൂട്ടി കമ്പനി ആസ് ഓൾവേസ് സേഫായിട്ടല്ല കളിച്ചേക്കുന്നത്. നെഗറ്റീവ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ അല്ലാത്തതുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നത്. അടിപൊളിയാണ്. മമ്മൂട്ടി സൂപ്പറായിരുന്നു. എടുത്തു പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. അതിൻ്റെ രീതിയിലായിട്ട് ഗോകുലും അടിപൊളിയാണ്. നെഗറ്റീവ് വരുന്നുണ്ട്, അതിനുള്ള ഇല്ല, സംഭവം കൊള്ളാം, കണ്ടിരിക്കാൻ പറ്റിയ. കോമഡിയൊക്കെ വർക്കാവുന്നുണ്ടോ? മമ്മൂട്ടി അടിപൊളി, നൈസ്. എടുത്തു പറയാൻ എന്താ, കോമഡി ഉണ്ട്. ഗോകുലും നല്ലത്, അടിപൊളി മൂവിയായിരുന്നു. ലൈക്ക് എടുത്തു പറയാനായിട്ട് മാത്രമൊന്നുമില്ല. ഐ ഗെസ് ഓൾ ഓവർ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ളതൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ലൈക്ക് വൺ ടൈം വാച്ചബിൾ. നെഗറ്റീവ് പറയാൻ മാത്രം ഒന്നുമില്ല, ഓവർ പോസിറ്റീവ് പറയാൻ മാത്രം ഒന്നുമില്ല. മൂവി നല്ലതാണ്, കാണാൻ. നല്ല പടം, അടിപൊളി. എടുത്തു പറയാനായിട്ട് എല്ലാവരും നല്ല അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ അഭിനയം. കുഴപ്പമില്ല, നല്ല മൂവിയായിരുന്നു. ക്ലൈമാക്സ് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ ഫാമിലി മൂവിയാണ്, കുഴപ്പമില്ല, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് ചെറുപ്പം പോലെ ഇപ്പോഴും വേറെ പറയാനൊന്നുമില്ല. നല്ല സൂപ്പർ മൂവി, അടിപൊളിയായിരുന്നു.